7-ാം അധ്യായം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. അതില് 24-ാമത്തെ വാക്യത്തില് അപ്പോസ്തലന്റെ ഒരു നിലവിളിയുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? എട്ടാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് തന്നെ പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ ഒരു ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പരീക്ഷ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവും തൻ്റെ ഐഹിക ജീവിതകാലം മുഴുവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും ഈ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. ഒരു ചിന്തയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് സാത്താൻ നമ്മളെ കുറ്റപ്പെടുത്തും. നീ വീണ്ടും അങ്ങനെ ചിന്തിച്ചു, നിനക്ക് ഒരു രക്ഷയ്ക്കും വകയില്ല എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ ഈ പരീക്ഷകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ 8-10 വായിക്കുന്ന, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. തുടർന്ന് 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 8-1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. റോമർ 5 നമ്മളത് പഠിച്ചതാണ്. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ഇതുവരെയുള്ള നമ്മുടെ പാപത്തിന്റെ എല്ലാം ശിക്ഷ അവൻ തന്റെ മേലേറ്റു. അതുകൊണ്ട് തന്നെ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയായി. ആ ഒരു യാഥാർത്ഥ്യം നമ്മളിൽ തന്നെയാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ശിക്ഷയുടെ ഭയത്തിൽ, നമുക്കറിയാം പാപത്തിന്റെ ശിക്ഷ മരണമാണ്. നമുക്ക് ഈ മരണഭയത്തിൽ ജീവിക്കേണ്ട ആവശ്യം ഇനിയില്ല. വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാവിൽ സ്വതന്ത്രനായിട്ടാണ് ജീവിക്കുന്നത്. തുടർന്ന് 8:2 നമ്മളിങ്ങനെ വായിക്കുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മുകളിൽ നമ്മൾ വായിച്ച ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. വീണ്ടും പറയുന്നു, ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തിൽ നിന്ന് സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു, മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലാണ് പിന്നെ ഒരു വ്യക്തി കർത്താവിനെ അനുഗമിക്കുന്നത്. ആ പ്രമാണത്തിന്റെ പ്രത്യേകത, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തുന്നു എന്നാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ജഡത്തെ അനുസരിച്ചാണ് നടന്നത്. എഫീസർ 2-ാം അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്.
മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഒരാൾ വീണ്ടും ജനിച്ചതിന് ശേഷം അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുള്ളതാണ്. ക്രിസ്തുവേശുവിലുള്ള ഒരാളുടെ പ്രത്യേകത അവൻ ആത്മാവിന്റെ പിന്നാലെയായിരിക്കും നടക്കുന്നത്. മറ്റേ അവൻ നടന്നിരുന്നത് ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടാണ് നടന്നത്. ജഡത്തിൽ നിന്നായിരുന്നു എല്ലാം സ്വീകരിച്ച്, ജഡത്തിൽ നിന്ന് വരുന്ന ഇച്ഛകളുടെ പിന്നാലെയായിരുന്നു അവൻ നടന്നതെങ്കിൽ, വീണ്ടും ജനിച്ചതിന് ശേഷം ആത്മാവിന്റെ ഇച്ഛയുടെ പിന്നാലെയാണ് പിന്നെ ആ ഒരു വ്യക്തി നടക്കേണ്ടത്. 3-ാമത്തെ വാക്യത്തിൽ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. തുടർന്ന് താഴോട്ട് പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. 8-ാമത്തെ വാക്യത്തിൽ അപ്പം നമ്മൾ ജഡസംബന്ധമായിട്ട് മരിച്ചു. ജഡത്തെ എൻ്റെ പ്രവൃത്തിയോട് ഉരിഞ്ഞു കളഞ്ഞു, ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചു. നമ്മൾ ആത്മാവിനെ സ്വീകരിച്ചു. ഇനിയും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്ന് മാത്രമല്ല, ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആത്മാവിനെ തന്നതിൻ്റെ ഉദ്ദേശം ആത്മാവിനെ അനുസരിച്ച് നടക്കാനാണ്. ഇതുവരെ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നെടുത്ത് ഇനി നമ്മൾ അങ്ങനെ നടക്കാതെ ആത്മാവിന്റെ പിന്നാലെ പോകാനായിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഈ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ച ഒരു നീതി ഉണ്ടായിരുന്നു. പക്ഷെ ജഡത്തിന് ആ നീതിക്ക് വിധേയപ്പെടാൻ കഴിയാതെ, അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കേണ്ടി വന്നത്. പക്ഷെ കർത്താവ് വന്നിട്ട് ചെയ്തൊരു കാര്യം, നമ്മുടെ ഇതുപോലെ ഒരു ജഡത്തിൽ വന്ന്, അവിടെ പറയുന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. നമ്മൾ വീണ്ടും ജനിച്ച ശേഷം പരീക്ഷിക്കപ്പെടുന്ന എല്ലാം വീണ്ടും ജഡത്തെ അനുസരിച്ച് നടക്കാനാണ്. ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും അനുസരണമായിട്ട് നടക്കാനുള്ള പരീക്ഷയാണ് വരുന്നത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2 നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഒരു പോരാട്ടം അവൻ്റെ ഉള്ളിലുണ്ട്. 1 പത്രോസ് 2 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മാവിനോടാണ് നമ്മുടെ ജഡം പോരാടുന്നത്. ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമാണ്. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ജഡം എപ്പോഴും ആത്മാവിനെതിരായിട്ടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാവിനോട് കൂടെ നിന്ന് ആത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയത്തില്ല. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നേരിടുന്നൊരു പരീക്ഷ ഈ ജഡത്തെ അനുസരിച്ച് വീണ്ടും നടക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു യാത്രയില് നമ്മുടെ ശരീരം എപ്പോഴും ജഡത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നിരാശപ്പെടുത്താനും അധൈര്യപ്പെടുത്താനുമായിട്ട് നമ്മുടെ ചിന്തകളിലാണ് ഈ മോഹങ്ങളെ ജനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഉടനെ നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കും. നമുക്ക് സുബോധമില്ലെങ്കിൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു വീണു പോകും. നമ്മൾ ആ ചിന്തയ്ക്ക് ഇട കൊടുക്കും. ചിന്തയ്ക്ക് ഇട കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, പാപം ഗർഭം ധരിക്കുന്നു. 1 പത്രോസ് 4
കർത്താവ് ഈ ഒരു യാത്രയിലായിരുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെയും വിളി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കാൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ. ഈ ജഡത്തിലുള്ള മോഹങ്ങള് നമ്മുടെ ചിന്തയിലേക്ക് സാത്താൻ കൊണ്ടുവരുമ്പം നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഒരു ഗർഭധാരണം നടക്കത്തില്ല. പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ അതിന് ചിന്തയിൽ അതിന് ഇട കൊടുക്കുന്നോ അന്നേരമാണ് നമ്മുടെ ഉള്ളിൽ പാപം ഗർഭം ധരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ അതിന് ഇട കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ നിരന്തരമായി ജഡത്തിൽ ഒരു കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ജഡാഭിലാഷത്തിന് നമ്മളെ വിധേയപ്പെടുത്താതിരിക്കുമ്പോൾ ജഡത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കഷ്ടമുണ്ട്. ആ കഷ്ടമാണ് നമ്മളെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. ഈ ഒരു പരീക്ഷ നമ്മൾ നിരന്തരം നേരിടുന്ന ഒന്നാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തില്. അതിന് നമുക്ക് വേണം നമ്മുടെ ഇഷ്ടമെന്ന് പറയാം. ദൈവ ഇഷ്ടമുണ്ട്, സ്വന്തം ഇഷ്ടമുണ്ട്, നമ്മുടെ ഇഷ്ടമുണ്ട്. അവിടെ നമ്മൾ വായിച്ച് ജഡത്തിൽ ശേഷിച്ചിരിക്കാനും മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതൊരു പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടേതായ ഒരു മോഹമുണ്ട്. നമ്മൾ അതിനോട് നോ പറയുമ്പം നമുക്കറിയാം മത്സരിക്കാനുള്ളൊരു പരീക്ഷ, അല്ലെ മറ്റൊരാളെ വിധിക്കാനുള്ളൊരു പരീക്ഷ. അപ്പൊ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ നമ്മളൊരു കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അല്ലെ നമ്മളെ തന്നെ ഉയർത്താനുള്ളൊരു പരീക്ഷ വരുന്നിടത്ത് നമ്മൾ അതിനോട് എതിർത്ത് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ഒരാൾ നമ്മളോട് കോപത്തോടെ സംസാരിക്കുന്നു. നമ്മുടെ ജഡത്തിൽ ഉയരുന്ന ഇഷ്ടം അതേ രീതിയിൽ തിരിച്ചു പറയാനാണ്. എന്നാൽ അവിടെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പം നമുക്കറിയാം നമുക്ക് ആകെപ്പാടെ ഒരു പോരാട്ടമുണ്ട് ആന്തരിക തലത്തിൽ. അവിടെ നമ്മളെ തന്നെ താഴ്ത്തേണ്ടി വരും, നിശബ്ദനായിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് വിരുദ്ധമായുള്ള ഒരു ഉയർച്ച, ഒരു ആന്തരിക പോരാട്ടം നടക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിൽ ബലപ്പെടും തോറും ആ പോരാട്ടത്തിൽ നമ്മളായിരിക്കും വിജയിക്കുക. പക്ഷെ നമ്മൾ ആത്മാവിൽ ബലഹീനനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീണുപോകും, തിരിച്ചു പറഞ്ഞു പോകും. തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ പരാജയപ്പെട്ടു, ആത്മീയമായിട്ടുള്ള പരാജയം നമ്മൾ നേരിട്ടു, നമ്മൾ പാപത്തിൽ വീണു, നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോൾ. കർത്താവ് നമ്മുടെ മാതൃക. കർത്താവ് തൻ്റെ അവസാന ദിവസം ഈ പല കോടതികൾ കയറി ഇറങ്ങിയപ്പോഴൊക്കെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താ? നിശബ്ദനായിരുന്നു. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ലായിരുന്നു. അപ്പൊ കർത്താവ് 33 വർഷക്കാലം വഴിയെ നടന്ന് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് അത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലനും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്. മഹാപുരോഹിതൻ അപ്പോസ്തലന്റെ മുഖത്തടിക്കാൻ പറയുന്നുണ്ട്. അപ്പോസ്തലൻ വളരെ പെട്ടെന്ന് പ്രതികരിച്ചു, വെള്ള തേച്ച ചുവരെ കർത്താവ് നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ കർത്താവ് ആ പരീക്ഷയിലൂടെ കടന്നു പോയപ്പം കർത്താവ് നിശബ്ദനായിരുന്നു, തിരിച്ച് പ്രതികരണങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പോകുന്നിടത്ത് ഈ പ്രതികരിക്കാനുള്ള ആദ്യത്തെ ചിന്ത നമ്മളിൽ തന്നെയാണ് വരുന്നത്, നമ്മുടെ ജഡത്തിൽ നിന്നാണ് വരുന്നത്. പിന്നീടാണ് നമുക്ക് ആത്മാവിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. അന്നേരം മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, പറ്റിപ്പോയി നമ്മൾ ചിന്തിക്കാൻ കാരണം എന്താണ്?
നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് നമ്മളങ്ങ് വളരെ പെട്ടെന്ന് വിധേയപ്പെട്ടു, നമ്മൾ വീണുപോയി. പക്ഷെ ഈ ഒരു പരീക്ഷയിൽ നമ്മൾ പോരാട്ടത്തിൽ തുടരുന്നിടത്ത് മുന്നോട്ട് പോകും തോറും യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞവര് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നുണ്ട്. തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതും തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശക്തനാണെന്നാണ് പറയുന്നത്. നാവിനെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക് തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിരന്തരമായി ഈ ഒരു പരീക്ഷയിലൂടെ നമ്മൾ കടന്നുപോയി സന്തുഷ്ടത്തിന് മരിക്കുന്ന വഴി ആണ് അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മൾ ആ ഒരു പരീക്ഷകൾ ജയിക്കും തോറും നമുക്ക് കൂടുതൽ ധൈര്യവും ഉറപ്പും പ്രത്യാശയൊക്കെ വരുന്ന കാണാൻ കഴിയും. ഗോലിയാത്തിനെ നേരിടാൻ നിൽക്കുന്ന ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, തന്റെ പണ്ടത്തെ അനുഭവം. ശൗല് പറഞ്ഞു, അവൻ യോദ്ധാവാ, നിനക്ക് അവനെ കീഴടക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പം, ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും ഞാൻ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുമ്പം ഞാൻ അതിനെ അടിച്ചു വന്നതിൻ്റെ വായിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഞാൻ യഹോവയുടെ നാമത്തിൽ ഇവനെയും തോൽപ്പിക്കും. നമ്മുടെ ചെറിയ ചെറിയ പരീക്ഷകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും തോറും വലിയ പരീക്ഷകളെ നേരിടാനുള്ള ആന്തരിക ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് മരിക്കുക എന്ന്. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വല്ലാത്ത ഒരു ഉയർച്ചയും എതിർപ്പും അസ്വസ്ഥയും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളെ കാരണമില്ലാണ്ട് ഒരാൾ കുറ്റപ്പെടുത്തുന്നു, നമ്മുടെ ആദ്യത്തെ ചിന്ത അതിനെ പ്രതിരോധിക്കാനാണ്, നമ്മളെ തന്നെ ന്യായീകരിക്കാനായിരിക്കും. പക്ഷെ നമ്മൾ ഈ ആത്മീയ വഴി നടക്കും തോറും നമ്മുടെ പ്രതിരോധവും ന്യായീകരണവും ഒക്കെ പോകും, നമ്മൾ നിശബ്ദരായിരിക്കും. പീലാത്തോസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിൽക്കുന്ന കർത്താവിനെ പോലെ സ്വസ്ഥതയോടെ, ആന്തരികമായ ഒരു സ്വസ്ഥതയിലായിരിക്കും നമ്മൾ നിശബ്ദരായിരിക്കുന്നത്. അകാരണമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പം, ക്രൂശിക്കുമ്പം, ഈ ഒരു വഴിയെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ട് അത് നമ്മുടെ ഒരു സ്വഭാവ വിശേഷമായിട്ട് തീരും. ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നവരും നിശബ്ദരുമായി തീരുന്ന കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ അറിയാം, ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് സംസാരത്തിൽ ആരംഭിക്കുന്നത്. സംസാരം മുന്നോട്ട് പോകും തോറും ആന്തരിക അകൽച്ച കൂടാൻ തുടങ്ങും. നമ്മൾ സാക്ഷ്യവാദത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ടല്ലോ, ഈ കലഹം ആകുന്നതിന് മുമ്പ് വഴക്ക് നിർത്തിക്കളയാം. നമ്മൾ സമാധാന പ്രിയരാണെങ്കിൽ നമ്മൾ അവിടെ നിശബ്ദരായിരിക്കും. എപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നു അവിടെ നമ്മൾ കുടുക്കിൽ ചാടാൻ സാധ്യതയുണ്ട്. എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം, ഞാനാ ശരി, എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് തെളിയിക്കാനുള്ള ശ്രമമായിരിക്കും. അതെപ്പോഴും നമ്മളെ കൂടുതൽ ആഴമുള്ള കുഴിയെ കൊണ്ട് ചാടിക്കും. പക്ഷെ അവിടെ നമ്മളെ തന്നെ ന്യായീകരിക്കാതെ നമ്മൾ ആ ന്യായീകരണത്തിന്റെ ചുമതല കർത്താവിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, റോമർ 8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. എൻ്റെ 33-ാമത്തെ വാക്യത്തില് ശിക്ഷ വിധിക്കുന്നവൻ ആർ? നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പം ആ ഒരു സ്വസ്ഥയിൽ നിൽക്കുന്നതാണ്. തർക്കിക്കാതെ, വാദിക്കാതെ, ന്യായീകരിക്കാതെ, നിശബ്ദരായി കർത്താവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പോലെ അറക്കുന്നവരുടെ മുമ്പാകെ, അറക്കാൻ കൊണ്ടുവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ആന്തരികമായിട്ട് അങ്ങനെ മനോഭാവം ഉണ്ടെങ്കിലേ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കടിച്ചു കീറുന്ന ചെന്നായുടെ ഒരു മനോഭാവം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ദൈവവഴിയിൽ നടക്കും തോറും ആന്തരികമായിട്ട് ഈ ഒരു സ്വസ്ഥതയിലേക്കാണ് ദൈവം നടത്തുന്നത്. തുടർന്ന് അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കും. അവിടെ 4-ാം വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ നീതി എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം, ഈ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും കർത്താവ് 2 വാക്യങ്ങളിൽ ഉപസംഹരിച്ചു. നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ.
അപ്പൊ നമ്മൾ കർത്താവിനെ അനുഭവിക്കും തോറും നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുക ചെയ്യുന്നത്. കൂടുതൽ കൂടുതൽ നമ്മളെ ദൈവസ്നേഹത്തിന്റെ നീളം വീതി ആഴുയരം അനുഭവിക്കുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരും ആ സ്നേഹം നമ്മളിൽ നിന്ന് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. സ്നേഹത്തിലേക്ക് നടത്താത്ത ഒന്നും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമുക്കറിയാം, ന്യായപ്രമാണത്തിന്റെ അനുസരിച്ചെന്ന് തങ്ങളെ തന്നെ ചിന്തിച്ചിരുന്ന പരീശന്മാരോടുള്ള ബന്ധത്തില് അവരുടെ ഉള്ളിൽ കരുണയുടെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള ബന്ധത്തിൽ നമുക്കത് അറിയാം. പക്ഷെ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം കർത്താവിൽ കാണുന്ന കർത്താവ് സ്ത്രീയോട് പറയുന്നത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകാം, മേലാൽ പാപം ചെയ്യരുത്. പക്ഷെ ഇതനുസരിച്ചൊന്ന് അവകാശപ്പെട്ട പരീശന്മാരും ന്യായശാസ്ത്രന്മാരുള്ള ബന്ധത്തിൽ അവർ കർത്താവിനെ നിർബന്ധിക്കുകയല്ലേ. ന്യായപ്രമാണം ഇവളെ കൊല്ലണമെന്നാ പറഞ്ഞ, കല്ലെറിഞ്ഞ്, നിനക്കെന്ത് പറയാനുണ്ട്? അത് നിവർത്തിച്ച കർത്താവ് അവളോട് പറയുന്നൊരു കാര്യം, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കോ, മേലാൽ പാപം ചെയ്യരുത്. നമ്മളും ഈ ഒരു ന്യായപ്രമാണത്തിന്റെ ആത്യന്തിക നീതിയിലേക്ക് ഇപ്പോൾ വായിച്ചതുപോലെ, 4-ാം വാക്യത്തിൽ വായിച്ച പോലെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി, ആ ന്യായപ്രമാണത്തിന്റെ നീതിയുടെ പൂർത്തീകരണത്തിന് നമ്മൾ വരുമ്പം നമ്മുടെ ഉള്ളിലത്തെ മനോഭാവം സ്നേഹത്തിന്റെ മനോഭാവമായിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടം, നമുക്കാണ് ഈ ആത്മീയ കാര്യങ്ങളുടെ കുത്തകാന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സഭക്കാരും മറ്റ് വിശ്വാസികളും ഒന്നും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല, അവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും ആയിരിക്കണം. പക്ഷെ ഈ സത്യങ്ങൾ നമ്മൾ കൂടുതൽ ഗ്രഹിക്കുന്നതോറും ആ ഒരു ചിന്താഗതിയിൽ നമുക്ക് വ്യത്യാസം വരും. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ദൈവത്താൽ ജനിക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കും. വീണ്ടും ജനിച്ചവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആന്തരിക മനോഭാവം എന്താ? മറ്റ് സഭകളിലുള്ള വീണ്ടും ജനിച്ച വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാ അവരെ നോക്കിക്കാണുന്നത്? ശത്രുക്കളെ പോലെയാണോ, മിത്രങ്ങളെ പോലെയാണോ? ഇന്നത്തെ ആത്മീയ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഒരേ ഉപദേശം പറയുന്ന ഒത്തിരി പെന്തക്കോസ്ത് സഭകളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ തലത്തിലേക്ക് വരുന്നില്ല. പരസ്പരം അവർ ചിന്തിക്കുന്ന, ആ സഭകളിലുള്ള വിശ്വാസികൾ ചിന്തിക്കുന്ന, നമ്മളാണ് ഉയർന്ന ആൾക്കാര്, മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, അവരൊന്നും ദൈവത്തിന്റെ അടുക്കൽ എത്താൻ പോകുന്നില്ലെന്ന ഒരു ചിന്താഗതിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് ഈ സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെ നമ്മൾ എപ്പോഴും അവരോടൊരു അകലം വെച്ചായിരിക്കും നിൽക്കുന്നത്. ഒരു മുൻവിധിയോടെ, ഒരു വിധിക്കുന്ന മനോഭാവത്തോടെ ആയിരിക്കും നമ്മൾ അവരെ നോക്കിക്കാണുന്നത്. അത് കാണിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥ സത്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെന്നുള്ളതാണ്. അവിടെ 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവേശികളാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ഇതാണ്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്. ജഡത്തിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ റോമാലേഖനം തന്നെ 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ ജഡത്തിലുള്ള മോഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതാണ് നമ്മുടെ ചിന്തയിലുള്ളതെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം, നമ്മൾ ജഡസ്വഭാവമുള്ളവരാണെന്നാണ്. ഇതുവരെ നമ്മുടെ നേച്ചറിന് വ്യത്യാസം വന്നിട്ടില്ല. നമ്മളെല്ലാം ഒരു കാലത്ത് ജഡസ്വഭാവം ഉള്ളവരായിരുന്നു. പക്ഷെ കർത്താവ് ചെയ്തൊരു കാര്യം, നമ്മുടെ മനോഭാവത്തിൽ, അല്ലെ നമ്മുടെ നേച്ചറിന് ഒരു വ്യത്യാസം വരുത്തുക ചെയ്തത്.
ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നല്ലൊരു മൂർഖൻ പാമ്പ് മൺപുത്തി താമസിക്കുന്നു. നമ്മൾ അതിനെ അവിടുന്ന് പിടിച്ച് സ്വർണം കൊണ്ടുള്ള ഒരു പൊത്തി കൊണ്ടിട്ടിട്ട് എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? ശരിക്കും അതിന്റെ വ്യത്യാസം എവിടെ വരണ്ടേ? അതിന്റെ നേച്ചറിലാ വ്യത്യാസം വരണ്ടേ? നമ്മളെല്ലാവരും പന്നിയുടെയും നായുടെയും മനോഭാവമുള്ളവരായിരുന്നു വീട് ജനിക്കുന്നതിന് മുമ്പ്. കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 7-ാമത്തെ അധ്യായത്തില്. സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത്, അവ കാലുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നാ പറയുന്നത്. ഒരിക്കലും എന്താ നമ്മളൊക്കെ ഛർദിച്ചു കളഞ്ഞു? ലോകത്തെയും ജഡത്തെയും പിശാചിനെയാണ് നമ്മൾ ഛർദിച്ചു കളഞ്ഞു. വീണ്ടും നമ്മൾ ആ ലോകത്തിലുള്ളതിനെ തിരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഛർദിച്ചത് തിന്നുന്ന ഒരു നായയുടെ മനോഭാവമുള്ളവരായിത്തീരുന്നു. രണ്ടാമത് പറയുന്നത്, വിശുദ്ധമായത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരും. പന്നി എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിൽ തുടരുന്നവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. പന്നിയുടെ മുമ്പിൽ അത് ചെയ്യാൻ പോകുന്ന അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും മുത്തുകളെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളവാൻ ഇടവരരുത്. നമ്മൾ ഈ വിലയേറിയ ആത്മീയ ഉപദേശങ്ങൾ ആരോട് പറയുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ദൈവം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നേച്ചറിൽ അല്ലെ മനോഭാവത്തിലെ വ്യത്യാസം വരുത്തുന്നത്. പാപത്തെ സ്നേഹിച്ചിരുന്ന നമ്മളിൽ പാപത്തെ വെറുക്കുന്ന ഒരു നേച്ചറാണ് തരുന്നത്. വീണ്ടും ജനിച്ച ഒരാളുടെ ആത്മാവിൽ അവൻ എപ്പോഴും ദൈവത്തിലായിരിക്കും സന്തോഷിക്കുന്നത്. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് അവന്റെ സന്തോഷം പാപത്തിലായിരുന്നു, ലോകത്തിലായിരുന്നു, ജഡത്തിലുള്ള കാര്യങ്ങളിലായിരുന്നു. അവന് പ്രമോദം അതായിരുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരുന്ന. എബ്രായർ 1:9 നമ്മളത് വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിതാവ് പുത്രനെ സന്തോഷം കൊണ്ട് നിറച്ചെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എബ്രായർ 1:9 വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന എബ്രായർ 1:9, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും പാപത്തെ വെറുക്കുകയും ചെയ്തു. കർത്താവ് ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട് എബ്രായ ലേഖനത്തില്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരൻ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. തെസ്സലോനിക്കർ 5 നമ്മൾ വായിക്കുന്നുണ്ട് 16-ാം വാക്യത്തിൽ, എപ്പോഴും സന്തോഷിപ്പീൻ. എങ്ങനെയാ സന്തോഷം കിട്ടുന്നത്? നമ്മൾ പാപത്തെ വെറുത്ത് നീതിയെ ഇഷ്ടപ്പെടുന്നിടത്താണ് ആ സന്തോഷം കിട്ടുന്നത്. നമ്മൾ പാപത്തെ വെറുക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്ഥായിയായ നിലനിൽക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവത്തില്ല. വന്നും പോയിരിക്കുന്ന ഒരു സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. യഥാർത്ഥ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീതിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. എപ്പോഴും സന്തോഷിക്കുന്ന, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന, പരാതിയും പിറുപിറുപ്പും തർക്കവും വാദമൊന്നും ഇല്ലാത്ത ഒന്നായിരിക്കും. ഇവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ച്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ
ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. മരണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അടുത്ത ഭാഗം നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പൊ നമുക്ക് സമാധാനമില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ മനസ്സ് നമ്മൾ ജഡത്തിലാണ് വെച്ചിരിക്കുന്നത്. ജഡത്തിൽ സമാധാനമില്ല. ആത്മാവിലാണേൽ അവിടെ സമാധാനം മാത്രമേ ഉള്ളൂ. മലാക്കിയുടെ പുസ്തകത്തില് അതിന്റെ 4-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തില് 5-6 വാക്യങ്ങളിലാണ് നമ്മളിത് വായിക്കുന്നത്. അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവും ആയിരുന്നു. അവന് ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എൻ്റെ നാമം നിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം എൻ്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടും കൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. ഈ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നിടത്ത്, മനസ്സ് വെക്കുന്നിടത്ത്, നമ്മൾ മറ്റുള്ളവരെ അകൃത്യം വിട്ട് തിരിയുമാറാക്കുന്ന ഒരു പ്രക്രിയയിലായിരിക്കും. പാപത്തിൽ നിന്ന് നീതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയിലായിരിക്കും. ദാനിയേൽ പ്രവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ. നീതി എന്ന് പറയുമ്പോൾ ദൈവ സ്വഭാവമാണ്. ആത്മാവിൽ മനസ്സ് വെച്ച ഒരാൾ എപ്പോഴും അവന്റെ ചിന്തയിൽ എപ്പോഴും ജീവനും സമാധാനമായിരിക്കും ഉണ്ടായിരിക്കുക. യേശുവിനെ കുറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്നുണ്ട്. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യ വെളിച്ചമായിരുന്നു, വെളിച്ചവരിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ആത്മാവിൽ മനസ്സ് വെച്ചവരാണെങ്കിൽ, ആത്മാവിന്റെ ചിന്തയുള്ളവരാണെങ്കിൽ, നമ്മളെ നയിക്കുന്നത് ജീവനും സമാധാനവുമായിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ഒരു സമാധാനത്തിന്റെ പുത്രന്മാരായിരിക്കും. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ചെന്നാൽ അവിടെ സമാധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. നമ്മളവിടെ പക്ഷം പിടിക്കത്തില്ല. നമ്മൾ നീതിയുടെയും സമാധാനത്തിന്റെയും സ്ഥലത്തായിരിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണേലും, കുടുംബ ജീവിതത്തിലാണേലും, സഭയിലാണേലും, സമൂഹത്തിലാണേലും നമ്മൾ ഈ ജീവന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും പിന്നാലെ ആയിരിക്കും നമ്മൾ നടക്കുക. തുടർന്ന് 7-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. അപ്പൊ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. നമ്മൾ ദൈവത്തിന്റെ മിത്രമായിട്ടാണോ ശത്രുവായിട്ടാണോ ഇരിക്കുന്നത്? ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടത്തില്ല. ഇതൊരു ആന്തരിക മനോഭാവത്തെ കേട്ടോ കാണിക്കുന്നത്. പുറമേ നമ്മളൊക്കെ കീഴടങ്ങുന്നതായിട്ട് നടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരീക്ഷകളെ നേരിടുന്നിടത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവരാണോ അല്ലയോ എന്നുള്ളത്. ആരും കാണാത്ത നമ്മുടെ രഹസ്യമണ്ഡലത്തിൽ, നമ്മുടെ ചിന്തകളിൽ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്, ദൈവത്തിന്റെ വ്യവസ്ഥിതിക്ക് കീഴടങ്ങുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. ഒരു കയ്പിന്റെ ചിന്ത വരുന്നിടത്ത് നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടാറുണ്ടോ? കയ്പായിരിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ പ്രമാണം നമുക്കറിയാം. നമ്മൾ ആ കയ്പിനെ അന്നേരം തന്നെ പോരാടി അതിജീവിച്ച് അതിന്റെ മേൽ വിജയം വരിക്കുന്നവരാണോ? അതോ നമ്മൾ കയ്പിന്റെ ചിന്തയിൽ ഇങ്ങനെ വളർന്നു വരുന്നവരാണോ? ജഡത്തിന്റെ ചിന്ത അല്ല, ജഡത്തിന്റെ 5-ാം വാക്യത്തിൽ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തിന് കീഴടങ്ങാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയത്തില്ല. തുടർന്ന് 8-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജഡസ്വഭാവം ഉള്ളവർക്കും പുറമെ ഒരു ഭക്തിയുടെ വേഷമായിട്ട് നടക്കാൻ പറ്റും. പാടുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രബോധിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഉള്ളിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു
സഹകരണ മനോഭാവമുള്ളവരായിരിക്കും. കയ്പ് സൂക്ഷിക്കുന്നവര്, പക സൂക്ഷിക്കുന്നവര്, വെറുപ്പ് സൂക്ഷിക്കുന്നവര്, മറ്റുള്ളവരെ ആന്തരികമായിട്ട് വിധിക്കുന്നവര്, മറ്റുള്ളവർക്ക് മാർക്കിടുന്നവര്. നമ്മൾ കർത്തൃമേശ്വര സമയത്തെല്ലാം വായിക്കുന്നത് തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ ആന്തരിക തലത്തിൽ നമ്മളെ തന്നെ വിധിക്കുന്നവരാണോ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്? നമ്മളെ തന്നെ വിധിച്ചാൽ നമ്മൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ ഈ ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും തന്നെത്താൻ വിധിക്കാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കും. ആത്മസ്വഭാവമുള്ളവര് തന്നെയാണ് കുറ്റം കണ്ടെത്തുന്നത്. ആ കുറ്റം ഏറ്റെടുക്കാനും മനസ്സുള്ളവരായിരിക്കും. തുടർന്ന് 9-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കും, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവിടെ ആ പദപ്രയോഗം വളരെ പ്രധാനമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, വസിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരിടത്ത് താമസിക്കുന്ന ഒരവസ്ഥയാണ്, വന്നും പോയിരിക്കുന്ന ഒരവസ്ഥയല്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ആ വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ഇവിടെ ഒരു പ്രത്യേകത. ഗലാത്യ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി. അതിന്റെ 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കും. എപ്പോഴും നമ്മളിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലം എപ്പോഴും ജഡത്തിന്റെ ഫലമായിരിക്കും. 5:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഗലാത്യർ 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. തുടർന്നാണ് 25 നമ്മൾ വായിക്കുക, ആത്മാവിനാണ് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വഴിയാണ് നമ്മൾ ജഡത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചായിരുന്നു. 5-6 വാക്യങ്ങളിൽ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴും നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. അപ്പൊ ആത്മാവിലുള്ള സംഭവം എന്ന് പറയുമ്പോൾ, ആത്മാവിന്റെ പുതുക്കം എന്ന് പറയുമ്പോൾ നമ്മള് റോമാലേഖനത്തിൽ അത് പഠിച്ചതാണ്. അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണം വാണ സ്ഥാനത്ത് ജീവൻ വാഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവനിൽ വാഴുന്ന എന്ന് പറഞ്ഞ സമാധാനം, സന്തോഷം, നീതി, അതിൽ വാഴുക എന്നുള്ളത് നമുക്കറിയാം. വാഴുക എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയാൻ. നിരന്തരമായിട്ട് നമ്മളെ ഭരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ നീതിയിൽ വാഴുന്ന, കർത്താവിനെ കുറിച്ച് പറഞ്ഞ്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതിയിൽ വാഴുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവനിൽ വാഴുക. ദൈവജീവന്റെ പ്രത്യേകത സ്നേഹത്തിന്റെ ഫലങ്ങൾ അതിലൂടെ പുറത്തേക്ക് വരുന്നത്. തുടർന്ന് അതിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 10-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു.
അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. എൻ്റെ ശരീരം ഇച്ഛിക്കുന്നതൊക്കെ ഞാൻ അതിന് നിഷേധിക്കുന്നു. നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴികൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മൾ പാപം ചെയ്യുന്നത്. ജഡത്തിലുള്ള ഇഷ്ടങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിനുമുള്ളത്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, നിദ്രാമോഹം, സുഖജീവിതം എന്നിവയിൽ നിന്നെന്നെയും ക്രിസ്തൻ വിടുവിച്ച് ചേർത്തിത തൻ ശരീരമാം സഭയിൽ. നിദ്രാമോഹം, സുഖജീവിതം, കഷ്ടങ്ങളൊന്നും ഇല്ലാതെ, പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ, എപ്പോഴും നമ്മുടെ ജഡം അതാ ആഗ്രഹിക്കുന്നത്. രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അതിനോടുള്ള മനോഭാവം എന്താ? പരാതിയും പിറുപിറുപ്പും അസ്വസ്ഥതയാണോ? അതോ അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്? അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ദേശത്തിന്റെ അത്യന്ത കനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പുറമേ നമ്മൾ നേരിടുന്ന കഷ്ടങ്ങൾ, സഹിക്കുന്ന കഷ്ടങ്ങളെല്ലാം ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ദൈവിക സമാധാനത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. 10-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതിന് ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവ് യോഹന്നാൻ 15 പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. ആത്മാവിൽ വസിക്കുന്ന ഒരാള് ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മരിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. ആത്മാവ് എപ്പോഴും എവിടെ വസിക്കുന്ന ഒരു സ്ഥലം, ഇതിന് ഇട കൊടുക്കുന്ന ഇടത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിന്റെ ശബ്ദത്തിന് വഴങ്ങി ആത്മാവിനെ അനുസരിക്കുന്നിടത്താണ് ആത്മാവ് നിരന്തരമായിട്ട് വസിക്കുന്നത്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ടല്ലോ, ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകുന്നു വനത്തിൽ കൂടെ. ഈ ആത്മാവ് നമ്മളിൽ വസിച്ചിട്ട് ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണം. ഈ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ആത്മാവിനാൽ നടത്തപ്പെടുന്നതും ഒന്ന് ജഡത്താൽ നടത്തപ്പെടുന്നതും. ജഡത്താൽ നടത്തപ്പെടുന്നതിന്റെ അന്ത്യം മരണമാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നതിന്റെ അന്ത്യം നീതിയും സമാധാനവുമാണ്. തുടർന്ന് വീണ്ടും 12-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നമുക്ക് ജഡത്തോടൊരു ബാധ്യതയുമില്ല. ഒരു കാലത്ത് നമുക്ക് ജഡമായിരുന്നു നമ്മുടെ കർത്താവ്. ജഡത്തോടൊരു ബാധ്യതയില്ല നമ്മൾ ജീവിച്ചിരുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന അപ്പോസ്തലൻ തുടർന്ന്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ ജഡത്തിനല്ല കടക്കാരാകുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ. അവിടെ വളരെ വ്യക്തമാണ്. റോമയിലുള്ള സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കൊരിന്ത്യർ വിശ്വാസികളോടും അപ്പോസ്തലൻ ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ജഡീകന്മാരാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണ്. നമുക്ക് ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ആത്മീയ ശൈശാവസ്ഥയെ പലപ്പോഴും ഈ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ നമ്മൾ അത് വളർന്നു വരും തോറും നമ്മൾ ആ ജഡത്തിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. ആത്മാവിന് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മാവിനാൽ നടത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മാവിന്റെ ശബ്ദം കേട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. ആത്മാവ് മിക്കപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അപ്പം ആത്മാവ് വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 7-ാം വാക്യത്തിൽ വായിച്ചതിന്റെ നേരെ എതിരായ അനുഭവം ഉള്ളത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, ആത്മാവിന്റെ ചിന്ത ദൈവത്തോട് അനുകൂലമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ആത്മാവിന്റെ ചിന്തയുള്ളവൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അല്ല ദൈവത്തിന്റെ വചനത്തിന് നിരന്തരമായിട്ട് കീഴ്പ്പെടുന്നു. ജഡത്തിൽ
നടക്കുന്ന ഒരാൾക്ക് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. അല്ല, അതെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിൽ നടക്കുന്ന ഒരാൾക്ക് എപ്പോഴും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാൻ കഴിയും. ജഡത്തിൽ നടക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ വചനം, കൽപ്പനകളെല്ലാം ഭാരമുള്ളവയാണ്. എല്ലാ കൽപ്പനകളും അവന് ഭാരമുള്ളവയാണ്. അത് ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു വലിയ ഭാരമായിട്ട് അവന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആത്മാവിൽ നടക്കുന്ന ഒരാൾക്ക് അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. 5:3 നമ്മളത് വായിക്കുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ച, ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ലെന്ന് മാത്രമല്ല, അതവന് പ്രമോദമായിരിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ ജഡാഭിലാഷങ്ങൾ രസിച്ചിരുന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിൽ തന്നെ തുടരുന്നവരാണോ, ദൈവവചനത്തിലാണോ നമ്മുടെ പ്രമോദം? ദൈവഭയത്തിലാണോ നമ്മുടെ പ്രമോദം? 1 കൊരിന്ത്യയിലെ ഇതിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം ഇതിന്റെ 22-ാമത്തെ വാക്യത്തിലാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. 1 കൊരിന്ത്യർ 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഇതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. യോഹന്നാൻ 2-ൽ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവനെല്ലാം കള്ളനാണ്. ഇവിടെയും യോഹന്നാൻ 14:15 പറഞ്ഞത്, എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും, ഞാനൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും എൻ്റെ ഭാര്യയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കള്ളനാണ്. എന്നെക്കുറിച്ച് എത്ര ആത്മീയ ഉന്നത നിലവാരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിലും അതിൻ്റെ ടെസ്റ്റ് അതാണ്, ഞാനൊരു കള്ളനാണ്. ആ കൽപ്പന, ആ ഒരു വചനം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഭയവും ഒന്നുമല്ല ഉണ്ടാകുന്നത്, എനിക്ക് ദുഃഖവും ഉണ്ടാകും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ. മത്തായി 5-ൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ പോലെ, ഇപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. എനിക്കങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് എൻ്റെ ഉള്ളു മുഴുവൻ ദുഃഖവും സങ്കടവും നിലവിളിയായിരിക്കും. എൻ്റെ ഭാര്യയോട് കയ്പില്ലാതിരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അല്ലെ ഞാൻ കയ്പോടിരിക്കുമ്പം ഞാനൊരു കള്ളനാണ്. കാരണം ദൈവത്തിന്റെ കൽപ്പന ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെയുള്ള കള്ളനാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കള്ളന്മാരൊക്കെ ഒന്ന് കൈവെക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് കൈവെക്കും? നമ്മളെ കൈയൊന്നും പൊക്കത്തില്ല. പക്ഷേ സത്യസന്ധനാണ്. ഒരിക്കൽ സാഗ്ബ്രദർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ബ്രദർ ഇങ്ങനെ തീരുമാനമെടുത്തു. അന്ന് ബ്രദർ ആയിരുന്ന ഈ CFC തുടങ്ങുന്ന തൊട്ട് മുമ്പ് ആയിരുന്ന ബാപ്റ്റിസ്റ്റ് ചർച്ചില് അന്നൊരു മിഷണറി വന്നിരുന്നു. പുള്ളി വരുമ്പോഴെല്ലാവരും വാട്ടർഫോള് നടത്താറുണ്ട്. സാഗ്ബ്രദർ തീരുമാനിച്ചു, ഈ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് പരസ്യമായിട്ട് പറയും, ഞാനൊരു ഒരു കപടഭക്തനാണ്,
ഞാൻ പരസ്യമായിട്ട് സാക്ഷീകരിക്കുമെന്ന് ദേവസ്വത്തിലെ തീരുമാനം എടുത്തിട്ട് പോയിരുന്നേ. പക്ഷെ അന്ന് പുള്ളി ആ വിളി നടത്തിയില്ല. അപ്പം കർത്താവ് ബ്രദറിനോട് പറഞ്ഞു, നിന്റെ ആ തീരുമാനം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അത് മതി, നീ പരസ്യമായിട്ട് പറയണ്ട. നമ്മളെല്ലാം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു യാഥാർത്ഥ്യ തലത്തിലേക്ക് നമ്മൾ വരേണ്ട ഒരു ആവശ്യമുണ്ട്. വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവെ, ഞാനൊരു കള്ളനാണ്, ഞാനൊരു കപടഭക്തനാണ് എന്നുള്ള സത്യം നമ്മൾ കർത്താവിന്റെ അടുത്ത് അംഗീകരിക്കുന്നിടത്താണ് ഇബ്രാഹിത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് വരാൻ പറയുന്നുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥ നമുക്ക് കഴിയുന്നില്ല, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എൻ്റെ ജീവിതത്തില്. അവിടെ നമ്മൾ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ അടുക്കല് നമ്മളായിരിക്കുന്ന അവസ്ഥ ചെന്ന് പറയുന്നിടത്ത് നമ്മളെ അങ്ങനെ കൈക്കൊള്ളുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. നമ്മൾ ഈ വചനത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥകൾ കാണുന്നിടത്ത് അവിടെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം 8:4, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നടന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. നമ്മുടെ ഒരു നടപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അകലെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവട് വെച്ചാ പോകുന്നത്, ഓരോ പടി കടന്ന്. അപ്പം വചനം വായിക്കുന്നിടത്ത്, വചനത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ ആയിരിക്കുന്നിടത്ത്, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നിടത്ത് നമ്മൾ അങ്ങനെ തന്നെ കർത്താവിന്റെ അടുക്ക ചെല്ലണം. കർത്താവെ, ഞാനൊരു കള്ളനാണ്, ഞാനൊരു കപടഭക്തനാണ്. അത് അംഗീകരിക്കുന്നിടത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ ഏറ്റു പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നിടത്ത് കർത്താവ് നമ്മളെ കഴുകും, ശുദ്ധീകരിക്കും. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ശുദ്ധീകരണം വർദ്ധിച്ചു വരും. ഇത് നടന്ന് നമ്മൾ പോകും തോറും ഒരു കുഞ്ഞ് വളർന്നു വരുന്ന പോലെയാണ്. 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം അതിൻ്റെതായ ഒരു വളർച്ച നടക്കുന്നുണ്ട്. 1 വർഷമൊക്കെ ആകുമ്പോൾ അത് പയ്യെ പിച്ചു വെക്കാനുള്ള ശ്രമമൊക്കെ നടത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞില്ല, നമ്മളാരും തികഞ്ഞവരായിട്ടല്ല തുടങ്ങുന്നത്. നമ്മൾ ഒരു പൂർണ്ണതയിലേക്ക് ആയിരുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നു. നമുക്ക് അതുകൊണ്ടാണ് ഉണ്ണിയോനാനും പറഞ്ഞ് നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മൾ ഇല്ലാതെയായി, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ. അപ്പം ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെ കാണുന്നുണ്ട്. നമ്മളത് ഏറ്റു പറയുന്നു, അംഗീകരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. വെളിപ്പാട് പുസ്തക സഭകളോടെല്ലാം പറയുന്ന ഒരു കാര്യം, ആകയാൽ മാനസാന്തരപ്പെടുക. നമുക്ക് നിരാശയ്ക്ക് വകയില്ല. നമ്മൾ ഈ വഴിയിൽ നിരാശയ്ക്ക് ഇടമേയില്ല. നോ എൻട്രി പോടാൻ സാക്ടർ പറയാറുണ്ട്. നിരാശയും സ്വയ കുറ്റാരോപണവും അതിനിടയില്ല നമുക്ക്. കാരണം എന്താ? നമ്മൾ ആരും തികഞ്ഞവരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. നമ്മൾ ശിശു എന്നുള്ള നിലയിൽ നിന്ന് സാവകാശം വളർന്നു വരികയാണ്. നമ്മൾ പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മളോട് പറയുന്ന ഇബ്രാഹിം പറയുന്ന പാപത്തിന് ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുകയും. ഇന്ന് എന്ന് പറഞ്ഞാൽ ഡെയിലി, നാൾതോറും നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. നാളടുക്കുന്ന കാണും തോറും ഇത് അധികമായി സഭായങ്ങൾ കൂടാനാ പറയുന്നത്. സഭായോഗത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്നേഹത്തിനും ആത്മീയ വർധനയ്ക്കുള്ളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പാപത്തിന് ചതിയിൽ കഠിനപ്പെടാതിരിക്കാനുള്ള ഒരു പ്രബോധനമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ട് തുടങ്ങി നമ്മുടെ മരണത്തിന്റെ അവസാന സമയം വരെ നമുക്ക് മാനസാന്തരപ്പെടാനുള്ള കാര്യങ്ങളെ ആത്മാവ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ക്രിസ്തുവൻ തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്, പടിപടിയായിട്ട്. അവിടെ നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെളിച്ചത്തിൽ തന്നെ നടക്കാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ, അല്ലെ, ഇപ്പം ഒരു കുഞ്ഞിനോട് നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിച്ചാൽ 3 പഠിക്കുന്ന കൊച്ചു 3-ലാന്ന് പറയും, 5 പഠിക്കുന്ന 5-ലാന്ന് പറയും, 10 പഠിക്കുന്ന 10-ലാ, അല്ലെ ഡിഗ്രിക്കുള്ളത് ഡിഗ്രിയിലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ എത്തിയ തലത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. ഞാൻ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുക, നിൽക്കുന്നില്ല. പലപ്പോഴും വീഴാറുണ്ട്, പക്ഷെ വീണാലും ഞാൻ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വീണ്ടും ഓടിക്കൊണ്ടായിരിക്കുന്നത്.
നമ്മൾ ആരും വീഴാത്തവരല്ല. എപ്പോഴും സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത് ഒരു വ്യാജഭാവം നമ്മളിൽ ഉളവാക്കിയിട്ട്. അതുകൊണ്ടാണ് പത്രോസ് 1 പത്രോസ് 2:1 പറയുന്നത്, സകല ദുഷ്ടത എല്ലാ ചതിവും വ്യാജഭാവവും. അതിനുള്ളിലൊക്കെയാ സാത്താൻ കുടിയിരിക്കുന്നത്. നമ്മള് വെളിച്ചത്തിലേക്ക് വരുന്നതോടുകൂടി അവന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പടിപടിയായി ദിനംപ്രതിയുള്ള ഒരു ഗ്രോത്ത്, വളർച്ചയാണ് നമ്മളിൽ സംഭവിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ആന്തരിക ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ ചിന്താമണ്ഡലം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ കുടുംബജീവിതം പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, സഭയോടുള്ള ബന്ധത്തിൽ പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്ന പ്രക്രിയ. സൗരന്മാരെ നമ്മുടെ ശരീരം പോലെ കാണാനുള്ള ഒരു ആന്തരിക മനോഭാവത്തിലേക്ക്. അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നു, അവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു ശരീരത്തിന്റെ ഒരു പണിയിലേക്ക് അങ്ങനെ ദൈവം നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയ സൗരന്മാരെ, നമുക്ക് നിരാശപ്പെടാനായിട്ടൊന്നുമില്ല. നമുക്ക് ഒരു പോരാട്ടത്തിലായിരിക്കാം, എപ്പോഴും ആത്മാവിന്റെ ചിന്തയിലായിരിക്കാത്തക്കവണ്ണം. പക്ഷെ ഒരു പോരാട്ടം ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ ജഡത്തിൽ വസിക്കുന്നു. നമ്മുടെ ശരീരം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. വ്യർത്ഥവും ഋതുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്. അപ്പം അതിനുശേഷം നമ്മൾ ആരംഭിച്ചപ്പോഴും നമ്മളും ദൈവത്തിന് വിരോധമായിട്ട് ഒത്തിരി ഓടിപ്പോയവരാ, ദൈവത്തിന്റെ എതിർ ദിശയിലേക്ക്. ഇന്ന് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ ആഗ്രഹം ഇങ്ങനെ പറയാറുണ്ട്, ഒത്തിരി കെട്ടുവീണ ഒരു നൂല് പോലായിരുന്നു നമ്മുടെ ജീവിതം. ഓരോ പാപം ചെയ്യുന്തോറും ആ നൂലയിൽ ഓരോ കെട്ട് വീണുകൊണ്ടേയിരുന്നു. ഒരിക്കൽ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ചെയ്യുന്നൊരു കാര്യം കെട്ടഴിക്കുന്ന ഒരു പ്രക്രിയ. ഓരോ കെട്ടായിട്ട് അഴിച്ച് മാനസാന്തരപ്പെട്ട് നമ്മളോടാരും ചോദിക്കുക, കെട്ടൊക്കെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഒന്നും ആയില്ല ബ്രദറെ, ഇനിയും കിടക്കുന്നേ ഉള്ളു അഴിക്കാൻ ഒത്തിരി, ഞാനൊക്കെ എത്തിയിട്ടില്ല. പക്ഷെ സാത്താൻ നമ്മളെ വഞ്ചിക്ക് നമ്മൾ ഇവിടെ എത്തി എന്നുള്ള ഒരു സമ്പന്നതയുടെ ചിന്ത കൊണ്ടുവന്നിട്ടാണ്. ഞാൻ ധനവാൻ, വെളിപ്പാട് ദിവസം 3:17, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, ഒരു കുറവുമില്ല. അത് സാത്താന്റെ വഞ്ചന എന്നാ. പക്ഷെ ആന്തരിക കണ്ണു നിറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പറയാൻ കഴിയുന്നൊരു കാര്യം, ഇനി കെട്ട് ഒത്തിരി അഴിക്കാൻ കിടക്കുക, അഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. അഴിയും തോറും നമ്മൾ ദൈവത്തോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കെട്ടിയ കെട്ടുകളെല്ലാം അഴിക്കും തോറും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുന്ന ഒരു പ്രക്രിയ. അത് വ്യക്തി ജീവിതത്തിൽ അങ്ങനെയാണ്, കുടുംബജീവിതത്തിൽ അങ്ങനെയാണ്, സഭാ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയിടത്തിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് പോകുന്നു. അതാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്. ഞാൻ തുടങ്ങിയതിനേക്കാളൊക്കെ ഒത്തിരി മുന്നോട്ട് നടക്കുന്നുണ്ട്. ഞാൻ പിന്നോട്ടല്ല നടക്കുന്നത്, മുന്നോട്ട് തന്നെയാണ്. എൻ്റെ ചിന്തകൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഞാൻ ജഡത്തിന്റെ ചിന്തയ്ക്ക് ഇടകൊടുക്കുന്നില്ല, ജഡത്തിന്റെ അഭിലാഷത്തിനോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ആത്മാഭിലാഷത്തിനും ആത്മാവിന്റെ ചിന്തയ്ക്കും എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പൊ അതാണ് നമുക്കൊരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്രോസ്നേഹങ്ങൾ പിതാവെ, നന്ദിയോടെ അടികളൊക്കെ സ്തുതിക്കുന്നു. അടികൾ ഉള്ളിലൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ്, നാൾതോറും കൂടുതൽ സമാധാനമുള്ളവരായി, നീതിഫലം നിറഞ്ഞവരായി, കുറുകുറുപ്പും വാദമൊന്നും ഇല്ലാത്തവരായി, കൂടുതൽ ക്ഷമിക്കുന്നവരായി, കരുണ കാണിക്കുന്നവരായി, ദോഷം കണക്കിടാത്തവരായി, അവർ വളർച്ചയുടെ വഴിയിൽ നിരന്തരമായിട്ട് നടപ്പാൻ തക്കവണ്ണം ആത്മാവിലടികളെ ബലപ്പെടുത്തുകയും ആത്മാവിനാലടികളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായിട്ട് മാനസാന്തരത്തിൽ നടപ്പാൻ തക്കവണ്ണം തകർന്നും നുറുങ്ങിയുള്ള ഒരു ഹൃദയം മനസ്സും നൽകിയ അടികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവ്.